ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു മാങ്ങാച്ചാർ ഉണ്ടാക്കണതിൻ്റെ റെസിപ്പിയാണ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതുന്നത്. അപ്പോൾ ഈ റെസിപ്പി എൻ്റെ വീട്ടിൽ ഇമ്മൂമ്മ അവരൊക്കെ ഉണ്ടാക്കുന്നത് കുഞ്ഞുനാൾ മുതലേ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അവരുടെ ആ റെസിപ്പി തന്നെയാണ് ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. അച്ചാർ പൊടിയൊന്നും ഉപയോഗിക്കാണ്ടാണ് ഞാൻ മാങ്ങ അച്ചാർ ഇടുന്നത്. എങ്കിൽ നമുക്കിനി വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അത് ചൂടാവുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകിൻ്റെ പകുതി ഉലുവയാണ് എടുക്കേണ്ടത്. 1/2 സ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി അത് നന്നായിട്ട് ചൂടാക്കി കൊടുക്കുക. ചൂടായി കടുകൊന്ന് പൊട്ടി വരാറാവുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. തീ ഓഫ് ചെയ്ത ശേഷം അതൊന്ന് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ചൂടൊക്കെ ആറി നന്നായി ചൂടാറി തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പൊടിക്കണ ജാറിലോട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത്. ചെറിയ ജാറിലിട്ട ശേഷം അതൊന്ന് പൊടിച്ചെടുക്കാം. ഒത്തിരി അങ്ങ് പൊടിയായിട്ട് ഭസ്മം പോലെ പൊടിയേണ്ട കാര്യമില്ല. എന്നാൽ ഒത്തിരി പൊടിക്കാണ്ട് അങ്ങനെ ഇടരുത് കേട്ടോ. നല്ല പൊടിയായിട്ട് തന്നെ ഇരിക്കണം. ഈ പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് 1.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമുക്കിനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം 1 ഇഞ്ചി ഞാൻ എടുത്തിട്ട് അത് പൊടിയായിട്ടാണ് അരിഞ്ഞേക്കണത്. ആ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുക. അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 അല്ലി വെളുത്തുള്ളി, വലിയ അല്ലി വെളുത്തുള്ളിയായിരുന്നേ, അത് അരിഞ്ഞതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മുരിക്കാവുന്നതാണ്. ഇനി അതിലേക്ക് 2 സ്പൂൺ മുളകിൻ്റെ പൊടി, 1/4 സ്പൂൺ മഞ്ഞളിൻ്റെ പൊടി, ആവശ്യത്തിന് കായപ്പൊടി എന്നിവ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അത് നല്ലതുപോലെ റോസ്റ്റ് ആയതിന് ശേഷം അതിലേക്ക് ഒരു 1/4 കപ്പ് വേണ്ട, ഒരു 2 സ്പൂണിനൊക്കെ മതി വിനാഗിരി ഇല്ലേ, സുർക്ക, അതൊഴിച്ച് കൊടുക്കുക. ഒഴിച്ച് കൊടുത്ത ശേഷം നല്ലതുപോലെ അത് റോസ്റ്റ് ചെയ്യുക. സുർക്ക ഒന്ന് പറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം ഞാൻ ഒരു 6 മണിക്കൂർ അരിഞ്ഞ് വെച്ചിരുന്ന മാങ്ങയാണ്, ഉപ്പിട്ട് അരിഞ്ഞ് വെച്ചിരുന്ന മാങ്ങയാണ്, അത് അതിലേക്ക് തട്ടിയിട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സമയമുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസമൊക്കെ ഈ മാങ്ങ ഉപ്പിട്ട് വെക്കാം, തലേന്ന് തന്നെ. ഞാൻ 6 മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് മൂടി വെക്കുക. അതൊന്ന് തിളച്ചൊന്ന് വരൂലേ, ആ ടൈമിൽ നമുക്ക് ഈ കടുകും ഉലുവയും കൂടി പൊടിച്ച് വെച്ചിരുന്നില്ലേ, ആ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ വേറെ ഉലുവാപ്പൊടിയൊന്നും ഇതിനകത്ത് സെപ്പറേറ്റ് ഉപയോഗിക്കുന്നില്ലേ, ഇത് മാത്രമേ ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ അച്ചാർ പൊടി അതൊന്നും ഉപയോഗിക്കുന്നില്ല. കായപ്പൊടി അങ്ങനെ തന്നെ കായം വറുത്തിട്ട് പൊടിച്ചാണ് ഇതിലിടുന്നത്. അങ്ങനെയാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. ഞങ്ങൾ അച്ചാർ പൊടിയൊന്നും ഉപയോഗിക്കാണ്ട് തന്നെയാണ് അച്ചാറൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ഉപ്പ് ഇച്ചിരി കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച് ഇനി മൂടി പൊത്തി വെച്ചാൽ മതി. ഒരു ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.